എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ ഏറ്റവും പുതിയ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഉറിയടി മത്സരം കഴിഞ്ഞു. ഇനി രണ്ടാമതായി അച്ചാമ്മ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ടയർ ഓട്ടൽ മത്സരമാണ്. ടയർ ഓട്ടൽ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പിള്ളേർക്കൊക്കെ അറിയാം, ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയാൻ സാധ്യതയില്ല. അതിനാൽ തന്നെ അതിനെക്കുറിച്ച് അച്ചമ്മ ആദ്യം തന്നെ വിവരണം കൊടുത്തു. വർഷയ്ക്ക് ഇതിനെപ്പറ്റി വിവരം ഒന്നുമില്ല. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടും വർഷ ചോദിക്കുവാണ്, എങ്ങനെയാണ് അച്ചാമ്മ ഈ ടയർ ഉരുട്ടേണ്ടതെന്ന്. എന്ത് കളിയായതെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ സച്ചി പറയുക, അതെല്ലാം വെട്ടിക്കൂട്ടി നീ കഷ്ണങ്ങളാക്കി തിന്നോ, ഇത്രയും നേരം നിന്റെ അടുത്തല്ലേ ഈ പറഞ്ഞത് ഈ ടയറോട്ടൽ മത്സരത്തിനെ പറ്റി, നിനക്ക് എന്താ ഇതൊന്നും തലയിലോട്ട് കയറുന്നില്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ വർഷയെ പിന്നെയും നല്ലോണം കളിയാക്കി വിട്ടിട്ടുണ്ട് സച്ചി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടയറോട്ടൽ മത്സരം തുടങ്ങും. എല്ലാവരും ഒറ്റയടിക്കാണ് മത്സരിക്കുന്നത്. ആദ്യം ആര് ടയർസ് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കുന്നുവോ അവരായിരിക്കും വിജയിക്കുന്നത്. സ്റ്റാർട്ടിങ് തുടങ്ങിയപ്പോൾ തന്നെ സുധിയാണ് സൂപ്പറായിട്ട് ടയർ ഓടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇടയിൽ വെച്ച് സുധിയുടെ ടയർ താഴെ വീണുപോയി, സുധി ഔട്ടാവുകയും ചെയ്തു. പിന്നീട് വർഷയുടെ ടയർ ശ്രുതിയുടെ ടയറായിട്ട് കൂട്ടിയിടക്കി. അങ്ങനെ രണ്ടുപേരും ഔട്ടായിപ്പോയി. നമ്മുടെ ശ്രീകാന്തും അതുപോലെ തന്നെയാണ് ഔട്ടായത്. അവസാനം വരെ മത്സരിക്കാനായി നിന്നിരുന്നത് നമ്മുടെ സച്ചിയും രേവതിയുമാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള നല്ല കിടിലൻ മത്സരമായിരുന്നു. ഫിനിഷിംഗ് പോയിന്റിൽ രണ്ടുപേരും ഒരേ സമയത്ത് തന്നെ എത്തിച്ചു. അങ്ങനെ രണ്ട് ടീമും, അങ്ങനെ ചന്ദ്രയുടെ ടീമും ഹസ്ബൻഡിൻ്റെ ടീമും ഒരേ സമയം വിജയിച്ചു. പക്ഷേ രണ്ട് മത്സരങ്ങളിലും വിജയം നേടിയത് സച്ചി ആയതുകൊണ്ട് തന്നെ ചന്ദ്രയുടെ ടീമാണ് വിജയിച്ചത്. അപ്പോൾ പിന്നെ എല്ലാവരും അങ്ങോട്ട് ആഹ്ലാദ പ്രകടനങ്ങളായിരുന്നു. പക്ഷേ ചന്ദ്രക്ക് ഒരു തരി സന്തോഷം പോലും ഇല്ലായിരുന്നു. കാരണം ചന്ദ്രക്ക് സച്ചിയെ ഇഷ്ടമല്ലല്ലോ. സച്ചിയെ അഭിനന്ദിക്കാൻ പറഞ്ഞപ്പോഴൊക്കെ ചന്ദ്ര അവിടെ സച്ചിയെ പുച്ഛിച്ച് തള്ളുകയായിരുന്നു. ഓ, എന്ത് അഭിനന്ദിക്കാനാണ്, ഇതാണോ ഒരു വിജയം, ഇതൊക്കെ ഒരു മത്സരമാണോ എന്നൊക്കെ പറഞ്ഞ് സച്ചി അവഹേളിച്ചു. പക്ഷെ നമ്മുടെ അച്ചമ്മ വിട്ടുകൊടുത്തില്ല. അച്ചമ്മ ചന്ദ്രയെ കൊണ്ട് സച്ചിക്ക് ഷെയ്ക്ക് ഹാൻഡും കൊടുപ്പിച്ചു, രേവതിക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുപ്പിച്ചു. അങ്ങനെ ആദ്യമായി സച്ചിയും ചന്ദ്രയും തമ്മിൽ കൈകോർത്തു. അതുപോലെ തന്നെ രേവതിയും കൈകോർത്തു. വളരെ സ്നേഹനിർഭരമായ നിമിഷങ്ങളായിരുന്നു. സച്ചിക്ക് അമ്മയെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ചന്ദ്രക്ക് തിരിച്ച് സച്ചിയോട് ആ സ്നേഹമില്ല. എന്തായാലും മത്സരത്തിലൂടെയെങ്കിലും സച്ചിക്കും രേവതിക്കും ചന്ദ്രയുടെ കൈ പിടിക്കാനും ഒന്ന് സ്നേഹത്തോടെ ഒരു നോട്ടമെങ്കിലും കൊടുക്കാനെങ്കിലും ഈ മത്സരത്തിലൂടെ സാധിച്ചു. അങ്ങനെ നമ്മുടെ ഗെയിമൊക്കെ അവിടെ അവസാനിച്ചു. അപ്പോൾ വിജയ് സച്ചിയാണ്. എന്നിട്ട് അവർ കഥയും പറഞ്ഞ് അമ്പലത്തിലോട്ട് എല്ലാവരും കൂടി പോവുകയായിരുന്നു. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് പ്രസാദമായി അവർ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ പിന്നെ എല്ലാവരും പറഞ്ഞു, അച്ഛാമ്മ ഏതായാലും മത്സരമൊക്കെ കഴിഞ്ഞില്ല, ഞങ്ങൾ ഇനി തിരിച്ചു പോട്ടെ എന്ന് പറഞ്ഞു. എല്ലാവരും ജോലിയുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ രേവതിയും പറഞ്ഞു, പൂക്കട തുറന്നിട്ട് കുറച്ചായി, എനിക്ക് പൂക്കടയും തുറക്കണം. അപ്പോൾ നമ്മുടെ ചന്ദ്ര രേവതിയെ നല്ലോണം വിഷമിപ്പിച്ച് വിടും. കാരണം പിന്നെ എന്ത് പൂക്കടയാണെന്നറിയോ, എന്ത് ബിസിനസ്സാണെന്നറിയോ, ഒരു ദിവസം തുറന്നില്ലെങ്കിൽ നിൻ്റെ ബിസിനസ് അങ്ങോട്ട് പോകും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിയെ വളരെയധികം കളിയാക്കും. പാവം രേവതി വളരെ വിഷമമായി രേവതിക്ക്. അപ്പോൾ നമ്മുടെ സച്ചി ആ സമയത്ത് തന്നെ സുധിക്കിട്ടും ഒന്ന് കൊടുത്തു. കാരണം ഇവന് പണിക്കൊന്നും പോകണ്ടല്ലോ, അതുകൊണ്ട് ഇവനെ തിരിച്ച് വീട്ടിൽ പോയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അച്ചാമ്മ ഇവനിവിടെ നിർത്തിക്കോ, പശുവിൻ്റെ കൂട്ടെ തൊഴുത്തിൽ നിർത്തിക്കോ, പശുവിൻ്റെ പണിയൊക്കെ സുധി നോക്കിക്കോളൂ എന്നാണ്. അങ്ങനെയെങ്കിലും അവൻ്റെ ദേഹമൊക്കെ ഒന്ന് അനങ്ങട്ടെ, അവൻ പണിയെടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുധി ഒന്ന് കളിയാക്കി വിടുവാണ്. അങ്ങനെ അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയും, ഇത് ഏതായാലും നല്ലൊരു നിമിഷങ്ങളാണ്, ഇത് വെറുതെ തല്ല് പിടിച്ച് ചീത്താക്കണ്ട, നമുക്ക് പുതിയൊരു എന്തെങ്കിലും ഗെയിം കളിക്കാമെന്ന് വർഷ പറയും. അങ്ങനെ വർഷ തന്നെ ഒരു ഗെയിം ഇട്ട് കൊടുക്കുവാണ്, ട്രൂത്ത് ഓർ ഡെയർ. അതെല്ലാവർക്കും അറിയാവുന്നൊരു ഗെയിമാണല്ലോ. ട്രൂത്ത് പറഞ്ഞാൽ ട്രൂത്ത് പറയണം, ഡെയർ ആണ് ഒരാൾ ചൂസ് ചെയ്യണമെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ വർഷ ഈ ഗെയിമിനെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കുകയും ചന്ദ്രക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോൾ വർഷ പറഞ്ഞു, അമ്മമ്മക്ക് വരെ കാര്യങ്ങൾ മനസ്സിലായി, അമ്മയുടെ തലയിൽ എന്താ ചെളിമണ്ണാണോ എന്ന് പറഞ്ഞ് അമ്മയെ കളിയാക്കുവാണ്. ഇത് കണ്ട് നമ്മുടെ സച്ചിയും രേവതിയും ഒരുപാട് ചിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ട്രൂത്ത് ഓർ ഡെയർ ഗെയിം തുടങ്ങും. ആദ്യം ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് വർഷയാണ്. വർഷ ശ്രീകാന്തിനോട് ചോദിക്കും, ശ്രീകാന്തെ, നീ എന്നെ കൂടാതെ വേറെ ആരോ എങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ തന്നെ ചന്ദ്ര പറയും, അവന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, അവനൊരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആ ക്വസ്റ്റ്യൻ ഒഴിവാക്കാൻ വിടും. അപ്പോൾ വർഷ പറയും, ശ്രീകാന്തെ നീ പറ. അപ്പോൾ ശ്രീകാന്ത് പറയും, എനിക്ക് സ്കൂൾ ടൈമിൽ ഒരു ക്രഷ് ഉണ്ടായിരുന്നു, എന്നിട്ട് ആ കഥയൊക്കെ ഒന്ന് പറയുവാണ്. അപ്പോൾ വർഷ പറയും, നീ ഇത്ര നാളിട്ട് എന്നിട്ട് ഇത് എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ വർഷ ഇതൊരു ഗെയിം അല്ലേ എന്നൊക്കെ പറഞ്ഞ് അത് വിട്ട് കളയും. എന്നിട്ട് പിന്നെ
ശ്രീകാന്ത് നമ്മുടെ ശ്രുതിയോടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നെക്സ്റ്റ് ആയിട്ട്. അപ്പോൾ ശ്രുതി സെലക്ട് ചെയ്യുന്നത് ഡെയർ ആണ്. അപ്പോൾ ശ്രീകാന്ത് പറയും എന്നാൽ ഒരു 10 പുഷപ്പ് എടുക്കാൻ പറയും. അപ്പോൾ ശ്രുതി ഇതൊക്കെ എന്ത്, ഞാൻ 50 പുഷപ്പ് വരെ എടുക്കും എന്ന് പറഞ്ഞാൽ പുഷപ്പ് എടുക്കാൻ പോകുവാണ്. പക്ഷെ പാവം ശ്രുതിക്ക് ഒരു 5 പുഷപ്പ് പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അവിടെ തളർന്നു വീഴും. പിന്നീട് ശ്രുതി വർഷയോടാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്. വർഷേ, നീ ഞങ്ങളറിയാതെ എന്തെങ്കിലും രഹസ്യം നീ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വർഷ പറയുവാണ്, നിങ്ങൾ അന്ന് ഫസ്റ്റ് നൈറ്റിന് വേണ്ടി എനിക്ക് നമുക്ക് സെറ്റൊക്കെ ഇട്ട് തന്നില്ലേ, വളരെ ഗംഭീരമായിട്ട് മുല്ലപ്പൂവൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട്. അന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ്, എൻ്റെ ശ്രീകാന്തിൻ്റെ ഫസ്റ്റ് നൈറ്റ് ഒന്നും അന്ന് നടന്നില്ല എന്ന് പറയും. ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയതും വീട്ടിലുള്ളവരാകെ എല്ലാവരും ചമ്മി നാറിയിരിക്കുവാണ്. വർഷ ഇങ്ങനെ പറയുന്ന ആരും ഓർത്തിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് നൈറ്റിനെ കുറിച്ചൊരു സംഭവം വർഷ ഇത്ര കൂളായിട്ട് പറയുന്നു ആരും ഓർത്തില്ല. എന്നിട്ട് പറയുവാണ്, ആക്ച്വലി നമ്മുടെ ഫസ്റ്റ് നൈറ്റ് കല്യാണത്തിന് മുമ്പേ എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് വർഷേ മതി മതി എന്ന് പറയും. അച്ഛനും പറയും, വർഷേ നീ സത്യങ്ങളൊന്നും പറയണ്ട, നീ വായും പൂട്ടി അവിടെ ഇരുന്നോ, നീ എല്ലാം മനസ്സിൽ തന്നെ വെച്ചാൽ മതി, നീ ഇങ്ങനെ ഒന്നും വിളിച്ചു പറയണ്ടെന്ന്. എല്ലാവരും ആകെ പോയി. പക്ഷെ നമ്മുടെ വർഷം നല്ല കൂളാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ശ്രീകാന്ത് നമ്മുടെ ശ്രുതിയോടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ശ്രുതി സെലക്ട് ചെയ്യുന്നത് ട്രൂത്താണ്. എനിക്ക് പുഷപ്പ് ഒന്നും എടുക്കാൻ പറ്റില്ല, ഞാൻ ട്രൂത്ത് പറയാമെന്ന് പറയും. അപ്പം നമ്മുടെ ശ്രീകാന്ത് ചോദിക്കുവാണ്, ശ്രുതി ചേച്ചി ലാസ്റ്റായിട്ട് പറഞ്ഞ കള്ളം എന്താണെന്ന് ചോദിക്കുവാണ്. ജീവിതത്തിൽ എന്തെങ്കിലും കള്ളം ചെയ്തിട്ടുണ്ടോ, ലാസ്റ്റ് ചെയ്ത കള്ളത്തരം എന്താണെന്ന് ചോദിക്കുവാണ്. അപ്പോൾ നമ്മുടെ സച്ചിക്ക് വളരെ സന്തോഷമാവും. സച്ചി പറയാം, അടിപൊളി ക്വസ്റ്റ്യൻ. ഏതായാലും ഇതിന് മറുപടിയായി നമ്മുടെ ശ്രുതി സത്യം പറയുമോ അതോ ഇതിലും എന്തെങ്കിലും കള്ളത്തരം ഒപ്പിക്കുമോ എന്ന് നമുക്ക് നാളത്തെ എപ്പിസോഡ് കാത്തിരുന്ന് കാണാം. അപ്പോൾ നാളെ ഞാൻ രാവിലെ തന്നെ എപ്പിസോഡിനെ പറ്റിയുള്ള റിവ്യൂ അപ്ഡേറ്റ് ചെയ്യും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, കാണണേ. എല്ലാവർക്കും നന്ദി.